പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 ഏപ്രിൽ മാസം 28 ഹല്ലേലൂയ സ്തോത്രം തിങ്കളാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിനെ സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തോത്രം പറഞ്ഞേ ഹല്ലേലൂയ. ഒന്നുകൂടെ സ്തോത്രം പറഞ്ഞേ ഹല്ലേലൂയ. സ്തോത്രം ഒന്നുകൂടെ പറഞ്ഞേ സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചില്ലേ? ഓർത്ത് നോക്കി എത്ര അത്ഭുതകരമായിട്ട് കഴിഞ്ഞ പകൽക്കാലം കർത്താവ് നമ്മളെ സൂക്ഷിച്ചു. അനർത്ഥങ്ങൾ, അപകടങ്ങൾ, രോഗങ്ങൾ, ദുഃഖങ്ങളൊക്കെ നിറഞ്ഞ ലോകത്തിൽ കർത്താവ് തന്നെ ചിറകിൻ്റെ മറവിൽ നമ്മളെ അത്ഭുതകരമായി സൂക്ഷിച്ചതോർത്ത് നമുക്ക് കരമുയർത്തി സ്തോത്രം പറയാം. സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്നതിൽ കർത്താവിനൊന്ന് നന്ദി പറഞ്ഞ് കർത്താവെ സ്തോത്രം 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 സ്തോത്രം. അപ്പം ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ നമ്മളെ ഉണർത്തിയ ദൈവകൃപയ്ക്കായിട്ട് കർത്താവിന് കരമുയർത്തി സ്തോത്രം പറഞ്ഞാണ്ട് സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തുയേശുവിൽ നമ്മളെ ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ആനന്ദത്തോടെ നടത്തുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഉല്ലാസത്തോടെ നടത്തുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അനർത്ഥങ്ങൾ, അപകടങ്ങൾ, രോഗങ്ങൾ, ദുഃഖങ്ങളൊക്കെ നിറഞ്ഞ ലോകത്തിൽ നമ്മളെ അത്ഭുതമായി തൻ്റെ ചിറകിൻ്റെ മറവിൽ സൂപ്പർ നാച്ചുറൽ പ്രൊട്ടക്ഷനകത്ത് ഇന്ന് പകൽക്കാലം കർത്താവ് നടത്തുന്നതോർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. അപ്പം ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളോട് കാണിക്കുന്ന കരുണയ്ക്കും കൃപയ്ക്കും എല്ലാത്തിനും കർത്താവെ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് നല്ലവനാകുന്നു, അങ്ങ് വിശ്വസ്തനാകുന്നു, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. സങ്കീർത്തനം 48. ആമേൻ. നമ്മുടെ ദൈവത്തിൻ്റെ നഗരത്തിൽ കർത്താവിൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ യഹോവ വലിയവനും അത്യന്തം സ്തുത്യനുമാകുന്നു. കരങ്ങൾ ഉയർത്തി പറയാം, എൻ്റെ കർത്താവ് വലിയവനും, എൻ്റെ കർത്താവ് വലിയവനും അത്യന്തം സ്തുത്യനുമാകുന്നു. ഉറക്കെ പറഞ്ഞ്, എൻ്റെ കർത്താവ് വലിയവനും അത്യന്തം സ്തുത്യനുമാകുന്നു. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അങ്ങേക്ക് സ്തോത്രം ചെയ്തു. ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അപ്പൻ്റെ പൊന്മുഖത്തേക്ക് നോക്കുക. അപ്പ, അങ്ങ് വലിയ ദൈവമാണ്, അങ്ങ് അത്യന്തം സ്തുത്യനായ ദൈവമാണ്, അങ്ങ് ശക്തനായ ദൈവമാണ്, അങ്ങേക്കൊന്നും അസാധ്യമായിട്ടില്ല. ഇന്ന് പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലോകവ്യാപകമായി ആമേൻ വിവിധ രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന തൻ്റെ കുഞ്ഞുങ്ങളെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. കർത്താവേ, ഇന്ന് പകൽക്കാലം അങ്ങയുടെ വലിയ ഇടപെടലുകൾ അവർക്കുണ്ടാകട്ടെ. രോഗത്താൽ ഭാരപ്പെടുന്നവർ ഇന്ന് പ്രഭാതത്തിൽ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. എല്ലാ രോഗത്തിൻ്റെ അവസ്ഥകളും നസ്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അവരെ വിട്ടുപോകുവാൻ കൽപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഷുഗറിൻ്റെ ബുദ്ധിമുട്ടുകാർക്ക് നിമിത്തം ഭാരം അനുഭവിക്കുന്നവർ ഇന്ന് പ്രഭാതത്തിൽ നസ്രനായ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ആ ബ്ലഡ് ഷുഗർ ലെവൽ നോർമലായി തീരട്ടെ. ബ്ലഡ് പ്രഷർ ലെവൽ യേശുവിൻ്റെ നാമത്തിൽ നോർമലായി തീരട്ടെ. അതുപോലെ കർത്താവേ, ഇന്ന് മെഡിക്കൽ ടെസ്റ്റുകൾക്കൊക്കെ പോകുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുക. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ ടെസ്റ്റുകളും നോർമലായി തീരട്ടെ. അതുപോലെ കർത്താവേ, ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ ആമേൻ. മെനഞ്ചൈറ്റിസിനാൽ ബുദ്ധിമുട്ടുന്നവർ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ. ആമേൻ. അതുപോലെ ബോൺ ക്യാൻസറിനാൽ ഭാരപ്പെടുന്നവർ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. നാളുകളായി ബെഡ്റിഡനായിരിക്കുന്നവർ യേശുവിൻ നാമത്തിൽ എഴുന്നേറ്റ് നടക്കട്ടെ. ഹല്ലേലൂയ. അതുപോലെ കർത്താവേ, ആമേൻ ആമേൻ. നാളുകളായി ജോലിയില്ലാതെ ബുദ്ധിമുട്ടുന്നവർ, ജോലിയിൽ ഒരേ അവസ്ഥയിൽ നിൽക്കുന്നവർ, പ്രൊമോഷൻസ് ഇല്ല, ഇൻക്രിമെൻ്റ് ഇല്ല, നാളുകളായി ഒരേ അവസ്ഥയിൽ നിൽക്കുന്നവർ ഇന്ന് യേശുവിൻ നാമത്തിൽ അതിനകത്തൊരു അത്ഭുത വിടുതൽ ഉണ്ടാകട്ടെ. അതിനകത്തൊരു അത്ഭുത വിടുതൽ ഉണ്ടാകട്ടെ. അതുപോലെ കർത്താവെ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന മക്കളെ ഓർക്കുന്നു. ലോകത്തെമ്പാടും അങ്ങനെ വേല വർദ്ധിച്ച് വിശാലമാകട്ടെ. ആമേൻ. ദൈവരാജ്യം സ്ഥാപിക്കപ്പെടുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ കർത്താവെ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. ഇന്ന് വൈകിട്ടത്തെ മീറ്റിങ്ങിനെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അത് ഏറ്റവും മഹത്വപൂർണ്ണമായി തീരട്ടെ. അതുപോലെ കർത്താവെ, കർത്താവെ, ചൊവ്വ, ബുധൻ, വ്യാഴം 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. അതും ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായി തീരണം. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. സകല മഹത്വം പോച്ച അപ്പയ്ക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ വലിയ കൃപ നിങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ. പ്രത്യേകിച്ച് ഇന്ന് വൈകിട്ട് ഇന്ത്യൻ സമയം 9:30 നമ്മുടെ സ്പെഷ്യൽ മീറ്റിംഗ് ഉണ്ട്. നിങ്ങളെല്ലാവരും ഇന്നത്തെ മീറ്റിങ്ങിൽ പങ്കെടുക്കണം. പ്രത്യേകിച്ച് ഓർപ്പിക്കാനുള്ളത്, പ്രാർത്ഥനയോടെ നിങ്ങൾ അതിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമായി തീരും. പ്രതീക്ഷയോടെ നിങ്ങൾ പങ്കെടുക്കുമ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ നന്മയ്ക്ക് കാരണമായി തീരും. രണ്ടാമത്തെ കാര്യം, നമുക്ക് നാളെ മുതൽ ഉപവാസ പ്രാർത്ഥനയാണ്. ശനി,
വീണ്ടും ചൊവ്വ ബുധൻ വ്യാഴം 3 ദിവസം, ചൊവ്വ ബുധൻ വ്യാഴം. ഇത് പ്രത്യേകം പ്രാർത്ഥിക്കണം. 29, 30, 1 ഈ ദിവസങ്ങൾ ദൈവസന്നിധിയിലായിരിക്കുക. ദൈവിക ഇടപെടലിൻ്റെ ദിവസങ്ങളാണ്. ആമേൻ, ആമേൻ. ഈ ദിവസങ്ങൾ വളരെ ആത്മീയത്തിൽ, സ്പിരിച്വൽ റിലത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദിവസങ്ങളാണ്. അതുകൊണ്ട് ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ കർത്താവിനോട് കൂടെ ഇരിപ്പാൻ നിങ്ങൾ കുടുംബമായി ശ്രമിക്കണം. അത് നിങ്ങൾക്ക് അനുഗ്രഹമായി തീരും. ഇന്ന് ഇയ്യോബിൻ്റെ പുസ്തകം 42-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. നിനക്ക് സകലവും കഴിയുമെന്ന്. 1-ാമത്തെ വാക്യം ഇങ്ങനെ പറഞ്ഞത്. അതിന് ഇയ്യോബ് യഹോവയോട് ഉത്തരം പറഞ്ഞത്, അങ്ങേക്ക് സകലതും കഴിയുമെന്നും അങ്ങയുടെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. അങ്ങേക്ക് സകലതും കഴിയുമെന്നും അങ്ങയുടെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ആമേൻ ഇയ്യോബ് കർത്താവിനോട് പറയുക. അപ്പം എന്തുവാ, ചിലപ്പോൾ ജീവിതം നമ്മളെ പല രീതിയിൽ പാഠങ്ങൾ പഠിപ്പിക്കും. നമ്മുടെ ശക്തി, നമ്മുടെ ഉദ്ദേശം, നമ്മുടെ വിശ്വാസം എന്നിവ പോലും എല്ലാം ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകാം. ഇയ്യോബ് ഈ ഒരു അവസ്ഥയിലൂടെ കടന്നുപോയ ഒരു മനുഷ്യനാണ്. എല്ലാം നഷ്ടപ്പെട്ടു, എല്ലാം നേടി, എല്ലാം നഷ്ടപ്പെട്ടു, കഠിനമായ കഷ്ടപ്പാടിലൂടെ കടന്നുപോയി. അവൻ തെറ്റ് ചെയ്തുകൊണ്ടല്ല, മറിച്ച് ദൈവം ഇയ്യോബിനെ എന്നാ ചെയ്തത്, വിശ്വസിച്ചത് കൊണ്ടാണ് ഇയ്യോബ് ഈ ഒരു സാഹചര്യത്തിലൂടെ കടന്നുപോയി. ദൈവത്തിന് ഇയ്യോബിൻ്റെ നല്ല ഉറപ്പായിരുന്നു. എന്നാൽ 42-ാം അധ്യായം എത്തുമ്പോഴത്തേക്കും ആഴത്തിലുള്ള ചില കാര്യങ്ങൾ സംഭവിച്ചു. ഇയ്യോബ് ദൈവത്തെക്കുറിച്ച് കണ്ടു, അവനെക്കുറിച്ച് കേട്ടിട്ടില്ല, അവനിൽ വിശ്വസിച്ചു മാത്രമല്ല, അവനെ യഥാർത്ഥത്തിൽ കണ്ടു. അതാണ് ഇയ്യോബ് പറഞ്ഞത്, ഞാൻ നിന്നെക്കുറിച്ച് ഒരു കേൾവി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, എന്നാൽ അങ്ങ് എന്ത് ചെയ്തു, യഥാർത്ഥത്തിൽ കാണുവാൻ കഴിഞ്ഞു എന്ന് പറയുക. എന്നിട്ട് ഇയ്യോബ് പറയുന്നത്, ഈ കർത്താവേ, ഈ കാര്യങ്ങൾ നിന്റെ ഒന്നും അസാധ്യമല്ല, നിനക്ക് എല്ലാം ചെയ്യാൻ കഴിയും, നിന്റെ ഉദ്ദേശം ആർക്കും തകർക്കാൻ കഴിയില്ല എന്നും ആമേൻ ഇയ്യോബ് പ്രഖ്യാപിക്കുക. ഇന്ന് പ്രഭാതത്തിൽ നമ്മൾ പലപ്പോഴും കർത്താവിനെ ചോദ്യം ചെയ്യും. പലപ്പോഴും നമ്മൾ ചിന്തിക്കും, എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ആമേൻ എന്നൊക്കെ നമ്മളെ പലപ്പോഴും നമ്മുടെ മനസ്സിൽ ചിന്തകൾ വരാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇന്ന് പ്രഭാതത്തിൽ കർത്താവ് ഈ വചനത്തിലൂടെ നമ്മളെ ഓർപ്പിക്കുന്നു, ദൈവത്തിൻ്റെ പരമാധികാരത്തെ നമ്മളെപ്പോഴും അംഗീകരിക്കണം. ആമേൻ. കർത്താവിനെല്ലാം ചെയ്യാൻ കഴിയുമെന്ന് എനിക്കറിയാം. കരം ഉയർത്തി പറഞ്ഞ, കർത്താവേ, അങ്ങേക്ക് എല്ലാം ചെയ്യാൻ കഴിയുമെന്ന്, അങ്ങേക്ക് എല്ലാം ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ അറിയുന്നു. 2, ദൈവത്തിൻ്റെ ഉദ്ദേശം നിലനിൽക്കുന്നുവെന്നും നമ്മുടെ ഉദ്ദേശത്തെ അവൻ്റെ ഉദ്ദേശത്തെ ഒന്നും ആർക്കും പരാജയപ്പെടുത്താൻ കഴിയരുത്. ദൈവത്തിൻ്റെ പ്ലാനുകൾ എന്നും നിലനിൽക്കും, ദൈവത്തിൻ്റെ പദ്ധതികൾ എന്നും നിലനിൽക്കും. അതിനെ ആർക്കും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ആമേൻ, ആർക്കും തകർത്ത് കളയാൻ കഴിയത്തില്ല. നമ്മൾ വിചാരിക്കും നമ്മൾ തകർന്നു പോകും, നമ്മൾ നശിച്ചു പോകും, എന്തായി തീരുമെന്നൊക്കെയുള്ള ഉള്ള ചിന്തകളൊക്കെ നമ്മുടെ ലൈഫിൽ ഉണ്ടാകും. എന്നാൽ നമ്മൾ ഓർത്തോണം, ദൈവത്തിൻ്റെ പദ്ധതികളെ ആർക്കും തകർക്കാൻ കഴിയത്തില്ല. അത് നമ്മുടെ ജീവിതത്തിലുള്ള ദൈവിക പ്ലാനുകളെയും ആർക്കും തകർക്കാൻ കഴിയത്തില്ല. ആമേൻ. വലിയ അത്ഭുതങ്ങളിലൂടെ ദൈവം നമ്മളെ നടത്തുവാൻ കഴിയും. അപ്പം നമ്മുടെ ജീവിതത്തിൽ ചെറിയ ശോധനകൾ വരുമ്പോൾ, ചെറിയ പ്രയാസങ്ങൾ വരുമ്പോൾ, ചില കഷ്ടപ്പാടുകൾ വരുമ്പോൾ, ജോലി നഷ്ടപ്പെട്ടു പോകുമ്പോൾ, മാസങ്ങളോളം ജോലി ഇല്ലാതിരിക്കുമ്പോൾ, ചിലപ്പോൾ മാസങ്ങളോളം ചില പ്രശ്നങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ ആമേൻ, നമ്മൾ അവിടെ എന്നാ ചെയ്യേണ്ടത്, അവിടെ ദൈവത്തെ മഹത്വപ്പെടുത്തണം. പറഞ്ഞ, കർത്താവേ, നിനക്ക് സകലതും കഴിയും, ഇന്നത്തെ എൻ്റെ അവസ്ഥ മാറ്റുവാൻ നിനക്ക് കഴിയും, ഇന്നത്തെ എൻ്റെ സ്ഥിതി മാറ്റി എന്നെ അടുത്ത ലെവലിൽ ഉയർത്തുവാൻ നിനക്ക് കഴിയും. ആമേൻ. അങ്ങനെ ജീവിത അനുഭവത്തിലൂടെ കടന്നുപോയ ഒത്തിരി പേരുണ്ട് പ്രിയപ്പെട്ടവർ. ആമേൻ. ജീവിതത്തിൻ്റെ യാത്രയിൽ നഷ്ടപ്പെട്ടു പോയി, പലതും പ്രയാസങ്ങളിലൂടെ കടന്നുപോയി. എന്നാൽ അവർ തകർന്നു പോകാതെ അവർ പിടിച്ചു നിന്ന് ദൈവത്തിന് അവർ മഹത്വം കൊടുത്തു. അവർ പറഞ്ഞു, ഞങ്ങൾ തളരത്തില്ല, ഞങ്ങൾ വീണു പോകത്തില്ല, കാരണം ദൈവത്തിന് ഞങ്ങളെക്കുറിച്ചുള്ള പദ്ധതി വലുതാ, ഞങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പ്ലാൻ വലുതാ, അതുകൊണ്ട് ഇതൊന്നും ഞങ്ങളെ തകർത്ത് കളയത്തില്ല എന്നവർ ഡിക്ലെയർ ചെയ്ത് മുന്നോട്ട് പോയപ്പോൾ അവരുടെ ജീവിതം അത്ഭുതമായി തീരുവാൻ ആമേൻ ജീവിതത്തിൽ ഇടയായി. ഇന്ന് നമ്മൾ ഏത് സീസണിലൂടെ കടന്നു പോകുന്നു? ആശയക്കുഴപ്പത്തിലാണോ, വേദനയിലാണോ, നിരാശപ്പെട്ടിരിക്കുകയാണോ, ഒറ്റപ്പെട്ടിരിക്കുകയാണോ? ആമേൻ. ഏത് സീസണിലാണെങ്കിലും ആമേൻ, നമുക്ക് ഇനി എന്താണെന്ന് അറിയാൻ മേലാത്തൊരവസ്ഥയാണെങ്കിലും ആമേൻ, ഈ സത്യം മുറുകെ പിടിക്കുക. എന്താണ്? ദൈവത്തിന് സകലതും കഴിയും, അവൻ്റെ ഉദ്ദേശങ്ങളൊന്നും അസാധ്യമായി തീരത്തില്ല. വീണ്ടും ജനിക്കപ്പെട്ട ദൈവത്തിൻ്റെ പൈതലേ, നിങ്ങളെക്കുറിച്ച് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്, ദൈവത്തിന് നിങ്ങളെക്കുറിച്ചൊരു പ്ലാനുണ്ട്. അതൊരിക്കലും ആർക്കും തടയാൻ കഴിയത്തില്ല.
ദൈവത്തിന് നിങ്ങളെക്കുറിച്ചുള്ള പ്ലാൻ ആർക്കും തടയാൻ കഴിയത്തില്ല. അതുകൊണ്ട് നിങ്ങൾ നിരാശപ്പെടരുത്. ഏത് സീസണിലൂടെ കടന്നു പോവുകയാണെങ്കിലും അവിടെ നിന്ന് കരമുയർത്തിയിട്ട് പറയണം, ഐ നോ എൻ്റെ രക്ഷകൻ ജീവിക്കുന്നു, എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു, എൻ്റെ വീണ്ടെടുപ്പുകാരൻ്റെ ഉദ്ദേശങ്ങളൊന്നും അസാധ്യമായി തീരത്തില്ല, എൻ്റെ വീണ്ടെടുപ്പുകാരൻ്റെ പ്ലാനുകളെ നടക്കത്തുള്ളൂ. അതുകൊണ്ട് ഈ സീസണിലൂടെ ഞാൻ കടന്നു പോയാലും എനിക്കറിയാം ഇതിനപ്പുറത്ത് ഒരു ശ്രേഷ്ഠമായ സമയം കർത്താവ് വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തോത്രം പറഞ്ഞ് ഇന്ന് എത്ര പേർ പറയും, കർത്താവേ അങ്ങയുടെ ഉദ്ദേശങ്ങളൊന്നും അസാധ്യമല്ല കർത്താവേ, അങ്ങയുടെ ഉദ്ദേശങ്ങളൊന്നും അസാധ്യമല്ല കർത്താവേ. ആമേൻ. കരം ഉയർത്തി പറ, കർത്താവേ അങ്ങയുടെ ഉദ്ദേശങ്ങളൊന്നും അസാധ്യമല്ല, അങ്ങേക്ക് സകലത് കഴിയും കർത്താവേ, അങ്ങയുടെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്ന് ഞാൻ ഈ പ്രഭാതത്തിൽ അറിയുന്നു കർത്താവേ. കരം ഉയർത്തി കർത്താവിന് ഒന്നുകൂടെ സ്തോത്രം പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, പല സീസണിലൂടെ കടന്നു പോകുന്നവർ ഇന്ന് കേൾക്കുന്നുണ്ട്, പല ബുദ്ധിമുട്ടിലൂടെ പോകുന്നവർ കേൾക്കുന്നുണ്ട്. തകർന്നു പോകാതെ പിടിച്ചു നിൽക്കുവാൻ ഈ വചനം അവരെ സഹായിക്കണം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കണം. സഹോദര സഹോദരി, നിങ്ങൾക്ക് ഈ മെസ്സേജ് ഇന്ന് അനുഗ്രഹമായിരുന്നോ? നിങ്ങളുടെ ജീവിതത്തെ ബലപ്പെടുത്തിയോ? എങ്കിൽ കുറച്ച് പേർ കൂടെ അയച്ചു കൊടുക്കുക, അവരും ബലപ്പെടട്ടെ. ഈ പല സീസണുകളിലൂടെ കടന്നു പോകുന്നവരുണ്ട്, പല കഷ്ടങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. അവർക്കൊരു ആശ്വാസമാകുവാൻ നിങ്ങളെ ദൈവം ഉപയോഗിക്കട്ടെ കേട്ടോ. ഗോഡ് ബ്ലെസ് യു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽ തീരത്തിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു പെരുകും. വി ആർ ബ്ലെസ്ഡ്, വി ആർ റിയലി ബ്ലെസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലെസ്ഡ്.